ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എല്ലാവരും എന്നെ വിഷ് ചെയ്യണമേ. ഹലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുതെച്ചുവിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകേണ്ടതാണ്, നേരത്തെ ഉണരണമെന്ന്. അതിനു വേണ്ടി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് 5 മണിക്ക് ഉണർന്നു പുലർച്ചെ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5:30 ആയപ്പോൾ നമ്മുടെ ദച്ചുവേട്ടനെ വിളിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആളങ്ങ് തിരിഞ്ഞു കിടന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നേരെ അടുക്കളയിലോട്ട് ഓടി. അമ്മ അടുക്കളയിലോട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ദച്ചുപ്പാ. ഏട്ടൻ രാവിലെ എണിച്ച് ഉമ്മയൊക്കെ കൊടുത്തു അല്ലേ എൻ്റെ പൊൻ. അങ്ങനെ നല്ല കുട്ടിയായി നമ്മുടെ കുഞ്ഞുതെച്ചു. നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ നേരത്തെ എഴുന്നേച്ച് കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ വസുക്കുട്ടിക്ക് സ്കൂളുണ്ട്, നേരത്തെ പോകേണ്ടതുകൊണ്ട് അമ്പലത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ബർത്ത്ഡേ വിഷേഴ്സൊക്കെ പറഞ്ഞ് ആൾ നേരെ 7 മണിക്കുള്ള വണ്ടി വന്നു. അമ്മയും നമ്മുടെ കുഞ്ഞുതെച്ചു നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ വാനിൽ കയറ്റി വിടാൻ വേണ്ടി നേരെ പോയിട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഒരുക്കി കഴിഞ്ഞതാ അമ്മ നേരെ കുഞ്ഞുതെച്ചുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തലമുടിയൊക്കെ ചീവി അമ്പലത്തേക്ക് റെഡിയാക്കി അമ്മ ഒരു ചക്കര ഉമ്മയൊക്കെ കുഞ്ഞുതെച്ചുവിന് കൊടുത്തു കേട്ടോ. ഞാൻ റെഡിയായി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണും റെഡിയായി, കുഞ്ഞേട്ടനും റെഡിയായി. അച്ഛൻ കുടുംബ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കുഞ്ഞുതെച്ചും നിധിക്കുട്ടിയും കൂടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്മ എന്തായാലും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ അമ്പലത്തിൽ പോകണം. കാരണം 8 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. എന്നിട്ട് വേണം കുഞ്ഞുതെച്ചുവിന് നേരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരുവമ്പലൂർ ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിതാ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം, ആരും കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കുഞ്ഞുതെച്ചു കുറേ പ്രാവശ്യം കയ്യിൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിപ്പെണ്ണ് ഒരു വിരൽ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ച് അമ്പലത്തിനകത്ത് കയറിയപ്പോൾ ആളിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ രാവിലെ നേരത്തെ ഇവിടെ അമ്പലത്തേക്ക് വരുന്നത്. സാധാരണ ഈ ടൈമിൽ അങ്ങനെ എണിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും കുഞ്ഞാട്ടിൻ്റെ ബർത്ത്ഡേക്ക് ആൾ നേരത്തെ കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിന് അകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുതെച്ചുവിന് ഞങ്ങൾ എന്തായാലും പായസത്തിനും അർച്ചനയ്ക്കൊക്കെ കൊടുത്തു. കുഞ്ഞിപ്പെണ്ണ് അവിടെ തൊഴുതുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയ ഓട്ടത്തിലാണ് കുഞ്ഞിപ്പെണ്ണ്. പറ്റി തൊഴു. വീണ്ട വീണ്ട അത് ആരത്? ഏട്ടനാ? ഇതാ ഏട്ടനാണ്. തല്ലി കുഞ്ഞിപ്പെണ്ണ് എന്തായാലും അമ്പലത്തിനകത്ത് കയറിയപ്പോൾ കുഞ്ഞേട്ടൻ സൈലൻ്റായി, കുഞ്ഞിപ്പെണ്ണ് വയലൻ്റായി. ഭയങ്കര ബഹളമായിരുന്നു. ഏട്ടാ വിളിയും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ ഓടി നടക്കുമായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞിപ്പെണ്ണ് എന്താ അറിയാനാ. അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞാവിയല്ലേ, കുഴപ്പമില്ല സൗണ്ട് ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു. അതിനു വേണ്ടി ഭയങ്കര ഓട്ടത്തിലാണ്. വന്നു അച്ഛൻ്റെ അടുത്ത് ഒരു ഉമ്മയൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടന് പ്രസാദമൊക്കെ കിട്ടിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എനിക്കില്ലല്ലോ എന്നുള്ള ഭാവത്തിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിട്ടോ. അപ്പോഴേക്ക് സ്കൂളിൽ പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ ഞാൻ കൊണ്ട് വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് തൊഴുതു മതിയായില്ല, വീണ്ടും കുഞ്ഞിപ്പെണ്ണ് തൊഴണമെന്നും പറഞ്ഞ് ഇതാ വരുന്നുണ്ട് തൊഴാൻ വേണ്ടി. തൊട്ടേക്ക്. അത് കഴിഞ്ഞ് നേരെ എൻ്റെ കുഞ്ഞുതെച്ചിൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് വീണ്ടും ഓടി വന്നു. ഭയങ്കര കരച്ചിലാണ്, പിടി വിടുന്നുണ്ടായിരുന്നില്ല കേസ്. ഞാൻ പിടിച്ച് വലിച്ചതാ കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ചന്ദനം വേണമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ചന്ദനമൊക്കെ കുഞ്ഞിപ്പെണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലോട്ട് വന്നു. അമ്മയും അച്ഛനും കൂടി പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ അമ്പലത്തിലൊക്കെ പോയി പായസമൊക്കെ മേടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോയി വരുന്ന വഴിക്ക് കുഞ്ഞുതെച്ചുവിന് ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ വന്നൊക്കെ വരുമ്പോൾ ലേറ്റ് ആവില്ലേ, അച്ഛൻ നേരം കൊടുവായൂർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊടുവായൂർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കടയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുതെച്ചുവിന് ബാഗി പാൻറ്റാണ് 5 സ്ലീവ് ഷർട്ടുമാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. അതെന്തായാലും ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇതൊക്കെ വലുതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് പോലും. കുഞ്ഞുതെച്ചിന് അത് തന്നെ വേണം പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഷർട്ടും നമ്മളൊരു ബാഗി പാൻറ്റും അങ്ങനെ എടുത്തു. അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ. ഇവർക്ക് കുറേ ആയിട്ട് ഈ ബാഗി പാൻറ്റ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് കേക്കൊക്കെ മേടിച്ചു. അങ്ങനെ വൈകുന്നേരമാണ് സെലിബ്രേഷൻസ്, വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല.
കുഞ്ഞു തെച്ചിനിതാ നമ്മൾ കേക്കൊക്കെ മേടിച്ചത് ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയൊക്കെ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചതാ വെയിറ്റ് ചെയ്യാണ്. അതിന് മുന്നേ തന്നെ കുഞ്ഞുമ്പിന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ഷമയൊന്നുമില്ല. അതുപോലെ കുഞ്ഞും തെച്ചിനും അങ്ങനെ കൂട്ടുകാരെല്ലാവരും എന്താ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ചേർത്ത് നമുക്കിനി കേക്കൊക്കെ മുറിക്കാം കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് സൈഡ് വഴി ഇതാ കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വേറൊരു കത്തിയും കൊണ്ട് കേക്കൊക്കെ കഴിച്ചു കൊടുത്തു. അങ്ങനെ കുഞ്ഞു തെച്ചുവിന് ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും വന്നു കേക്കൊക്കെ നമ്മുടെ കുഞ്ഞു തെച്ചുവിനൊക്കെ കൊടുത്തു കേട്ടോ. എന്തായാലും ഞങ്ങളെ ഹാപ്പി. കുഞ്ഞിപ്പെണ്ണ് ഇതാ കേക്ക് പാവം കിട്ടിയിട്ടില്ലാത്ത പോലെ ഉണ്ടല്ലേ ഫേസൊക്കെ കാണുമ്പോൾ. കേക്ക് കൊണ്ട് ഫേഷ്യൽ മസാജൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊടുത്തു. കേക്കൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞത് എല്ലാവരും കൂടി ഇവിടെ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു തെച്ചുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ. അപ്പോൾ അടുത്ത ഇനിയൊരു വിശേഷമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.